കാസർഗോഡ് കൊളത്തൂർ നെടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. നെടുവോട്ടെ എം ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ഷഫീഖ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ പുലി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പുലി കൂട്ടിലായിരിക്കുകയാണ്. ഇതിനെ എങ്ങോട്ടാണ് മാറ്റുക? അവിടെ എന്താണ് നടക്കുന്നത്? ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടിയാണ് ഈ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. പുലിയെ ഇപ്പോൾ പള്ളത്തുംകാലിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലി കുടുങ്ങിയ കൂടും കയറ്റി വാഹനം ഇപ്പോൾ പള്ളത്തുംകാൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലാണുള്ളത്. ഇവിടെ ഡോക്ടർമാർ എത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടി ഉണ്ടാവുക. എവിടെയാണ് ഇത് തുറന്നുവിടുക എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഈ ഭാഗത്ത് നിന്ന് കൂട് ഉണ്ടാക്കി കുടുങ്ങിയ പുലിയെ തൊട്ടടുത്ത് മറ്റൊരു സ്ഥലത്ത് കർണാടക അതിർത്തിയോട് ചേർന്ന ഉൾവനത്തിൽ വിട്ടിരുന്നു. പിന്നെ അത് ജനവാസ കേന്ദ്രമാണ് എന്നൊരു ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു. അതുകൊണ്ട് ഏത് ഭാഗത്താണ് ഇത് ഈ പുലിയെ തുറന്നുവിടുക എന്ന കാര്യത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ജനവാസ മേഖലയാണ് കാസർഗോഡ് ജില്ലയിലെ അധിക വനം ഭാഗങ്ങളും ഉൾവനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്തരം പുലിയെ തുറന്നുവിടുന്നതിൽ വലിയ പ്രതിഷേധം നാട്ടുകാരും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഏത് ഭാഗത്താവും ഈ പുലിയെ തുറന്നുവിടുക എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളത്തങ്കാലിലുള്ള ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ആണ് ഈ വാഹനം ഇപ്പോൾ പുലിയുടെ കൂടും അടങ്ങിയ വാഹനം ഇപ്പോൾ ഉള്ളത്. അവിടെ ഡോക്ടർമാരുടെ പരിശോധന നടക്കേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ അവിടെ എത്തും. പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ എവിടെയാണ് ഇത് ഉൾവനത്തിൽ ഏത് ഭാഗത്തുള്ള ഉൾവനത്തിലാണ് ഇത് തുറന്നുവിടുക എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവൂ എന്നാണ് വനം വകുപ്പ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മറ്റൊരു പുലിയും കുടുങ്ങിയിരുന്നു. പുലി ധാരാളമായി കാസർഗോഡിന്റെ വിവിധ മേഖലകളിൽ ഉണ്ട്. കാസർഗോഡ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങിയത്. വിവരങ്ങളാണ് ഷഫീഖ് നസ്രുള്ള നൽകിയത്.